അതായത് ഒരേ സാധനം തന്നെ ഒന്നിലധികം കാറ്റഗറിയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5ൽ നിന്നും ദൂരെ കിടക്കുന്ന നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സാധനം, എന്തെങ്കിലും ഒരു കാര്യം, അതിപ്പോൾ ക്രിറ്റിസിസത്തിലും പെടും, അതേപോലെ തന്നെ എന്താ പറയുക ആസ്കിങ് ക്വസ്റ്റ്യനിലും പെടും എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നീ എന്താ അവിടെ ചെയ്യണേ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആസ്കിങ് ക്വസ്റ്റ്യനും ആണ്, അതേപോലെ തന്നെ അതൊരു ക്രിറ്റിസിസും ആണ്. സോ നമ്മൾ ഏത് നമ്പർ നോട്ട് ചെയ്യണം? ആസ്കിങ് ക്വസ്റ്റ്യൻ ആണോ അതോ ക്രിറ്റിസിസം ആണോ 5ൽ നിന്നും ദൂരെ കിടക്കുന്നത്? ഏതാണ് ദൂരെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ എടുക്കണം. ഓക്കെ, അതായത് ഒരേ സാധനം 2 കാറ്റഗറിയിൽ വരികയാണെങ്കിൽ 5ൽ നിന്നും ഫർദർ ആയിട്ടുള്ള നമ്പറാണ് എടുക്കുക. ദെൻ ദ ഒബ്സർവർ ഷുഡ് നോട്ട് ഇൻവോൾവ് ഹിസ് പേഴ്സണൽ വ്യൂ പോയിന്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്? ഒബ്സർവറുടെ പേഴ്സണൽ കൺസെപ്റ്റുകളൊന്നും അവിടെ കൊണ്ടുവരാൻ പാടില്ല. ഇഫ് മോർ ദാൻ 1 കാറ്റഗറി ഇസ് ആക്റ്റീവ് ഇൻ എ സ്പാൻ ഓഫ് 3 seconds and then all the categories should be recorded. If after 3 seconds same category does not changes, then the same serial number should be repeated. അതായത് 3 സെക്കൻഡിൽ ഒന്നിലധികം കാറ്റഗറി വരികയാണെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു, കുട്ടി ഉത്തരം പറയുകയും ചെയ്തു, 3 സെക്കൻഡിൽ കഴിഞ്ഞു. അപ്പൊ എന്തായി? ആസ്കിങ് ക്വസ്റ്റ്യനും ആയി, അതേപോലെ തന്നെ സ്റ്റുഡന്റ് റെസ്പോൺസും ആയി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 2 കാറ്റഗറി നമ്മൾ നോട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അതല്ല, ഒരേ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു, 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് കുട്ടി ആൻസർ പറഞ്ഞില്ല, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആസ്കിങ് ക്വസ്റ്റ്യൻ എന്നുള്ള കാറ്റഗറി മാറുന്നില്ല. സോ സെയിം സീരിയൽ നമ്പർ തന്നെ നെക്സ്റ്റ് 3 സെക്കൻഡിലേക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, then rule 4, if the time period of silence exceeds 3 seconds it should be recorded under the category number 10. എന്താണ്? നമ്മുടെ ഒരു സൈലൻസ്, ക്ലാസ് സൈലൻസ് ആവുന്നത് ഒരു 3 സെക്കൻഡിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് എന്തായിട്ടാണ് എടുക്കുക? പോസ് അല്ലെങ്കിൽ സൈലൻസ് ആയിട്ട് എടുക്കണം. when teacher calls a child by name, observer supposed to record 4th category. 4th category എന്ന് പറയുന്നത് എന്താണ്? പേര് വിളിക്കുന്നത്. 4th category എന്ന് പറയുന്നത് ആസ്കിങ് ക്വസ്റ്റ്യൻ അല്ലേ? സോ പേര് വിളിക്കുക എന്ന് പറയുമ്പോൾ ആസ്കിങ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കണം. Then rule 6, when the teacher repeats the student's answer and answer is correct, that is recorded as category number 2. അതായത് പ്രൈസ് ഓർ എൻകറേജ്മെന്റ്. കുട്ടി പറഞ്ഞ ആൻസർ റിപ്പീറ്റ് ചെയ്യും, അത് ശരിയുമാണെങ്കിൽ അത് പ്രൈസ് ഓർ എൻകറേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ when a teacher listens to a people and accepts its ideas for a discussion, then this behavior belongs to category number 3, accepting ideas. അതായത് കുട്ടി ഒരു കാര്യം പറഞ്ഞത് ക്ലാസ്സിൽ ഡിസ്കഷനിൽ വരികയാണെങ്കിൽ അത് ആക്സെപ്റ്റിംഗ് ഐഡിയ എന്ന് പറയുന്ന കാറ്റഗറി ആയിരിക്കും. Then the words all is okay, yes, yeah, all right, etc. belong to the category number 2. എന്താണ്? അതും നമ്മുടെ എൻകറേജ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. If a teacher jokes without aiming at any people, this behavior belongs to the category number 2, encouragement. അതായത് ക്ലാസ്സിൽ ആകെ മൊത്തം ഒരു ജോക്ക് പറയാണ്, എല്ലാവരും കൂടി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിൽ പെടും? പ്രൈസ് ഓർ എൻകറേജ്മെന്റ് ആണ്. But if he makes any joke aiming at some particular people, then it belongs to the category number 7. എന്താണ്? ക്രിറ്റിസിസം. അതായത് ഓവറോൾ ക്ലാസ്സിൽ തമാശ പറഞ്ഞ് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻകറേജ്മെന്റും, ഒരു കുട്ടിയുടെ പേര് എയിം ചെയ്തിട്ട് എന്തെങ്കിലും ജോക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിറ്റിസിസവും ആണ് കേട്ടോ. When all the pupils respond to a very small question collectively, then the serial number of category 8 is recorded. പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും കൂടി ഒരുമിച്ച് ആൻസർ പറയുകയാണെങ്കിൽ കാറ്റഗറി 8 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റൂൾസ്. അപ്പൊ ഒബ്സർവർ വന്നു, ക്ലാസ്സിൽ ഒബ്സർവ് ചെയ്തു, നമ്പറൊക്കെ എടുത്തു, വേറെ റൂമിൽ പോയി ഇതിനൊക്കെ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റൂൾസ് ഒക്കെ നോക്കിയിട്ട്. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നറിയോ? ഈ അനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10x10 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. എങ്ങനെയാണ് എന്ന് നോക്കാം. സോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഡാറ്റാസ് ഉണ്ട്, ഓരോ നമ്പർ ഇങ്ങനെ 4 6 8 10 4 6 8 10 2 4 അങ്ങനെ പറഞ്ഞിട്ട് ഇതിന് കുറേ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ എൻ്റെ കയ്യിൽ. ഇനി ഞാൻ ഈ നമ്പേഴ്സ് വെച്ചിട്ട് മെട്രിക്സ് വരയ്ക്കാൻ പോവുകയാണേ. ക്ലാസ് എഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ നോക്കിക്കേ, after encoding or observation procedure of interaction, the coded behaviors are written in a 10x10 table. This 10 rows and 10 column are known as metrics. അപ്പൊ എന്താണ്? 10 കോളം 10 റോയും ഉള്ള ഒരു ടേബിൾ വരച്ചിട്ട് കയ്യിലുള്ള ഡാറ്റ അതിലേക്ക് മാറ്റാൻ പോവുകയാണ്. Each number is entered in the form of sequence pair
ബീയിങ് യൂസ്ഡ് ട്വൈസ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു നമ്പർ നിങ്ങളിപ്പോ ഇങ്ങനെ ആലോചിക്കുക, എന്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്, എന്റെ കയ്യിലുള്ളത് 1 2 3 4 5 എന്ന് പറയുന്ന നമ്പർ അതേ ഓർഡറിലാന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ 5 വരെയുള്ള നമ്പർ ഉണ്ട്. ഞാൻ ഇതിനി നമ്മുടെ ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണേ. അങ്ങനെ ആഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താണ്, ഓരോ നമ്പറും പെയേഴ്സ് ആയിട്ടാണ് എന്ന് പറഞ്ഞു. എങ്ങനെ വെച്ചാൽ 1 2 3 4 5. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം 1 2 ഒരു പേരാണ്, അടുത്ത പേര് 3 4 അല്ല 2 3 ആണ്. അതായത് 1 2 2 3 3 4 4 5 അങ്ങനെയാണ് നമ്മൾ പെയർ ചെയ്യുക. ഫസ്റ്റത്തെ 2 നമ്പേഴ്സ് ഒരു പെയറ്, രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും അടുത്ത പെയറ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ദ റോ ഓഫ് ദ മെട്രിക്സ് റെപ്രസെന്റ് ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ കോളം ഓഫ് ദ മെട്രിക്സ് റെപ്രസെന്റ് ദ സെക്കൻഡ് നമ്പർ. അപ്പൊ പെയറിൽ 1 2 എന്നാണെങ്കിൽ 1 എന്ന് പറയുന്നത് റോയും 2 എന്ന് പറയുന്നത് കോളവും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻ ഒബ്സർവേഷൻ റെക്കോർഡ് ഇസ് 6 10 7 5 1 4 8 4. ഹെൻസ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ കോഡിംഗ് ഷുഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് കാറ്റഗറി. എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മുടെ കയ്യിൽ ഒരു നമ്പർ, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കവും ഒടുക്കവും ഒരേ നമ്പർ ആക്കണം. അതായത് സൈലൻസ് ഓർ പോസ് നമ്മൾ ആഡ് ചെയ്യണം. ക്ലാസ് തുടങ്ങുന്നതും ക്ലാസ് അവസാനിക്കുന്നതും സൈലൻസിലേക്കാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, കയ്യിലുള്ള നമ്പേഴ്സിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും 10 10 എന്ന് പറയുന്ന സൈലൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. സോ അവിടെ എന്തായി മാറി, 10 6 10 7 5 1 4 8 4 10 എന്നുള്ള നമ്പർ ആയിട്ട് അവിടെ സെറ്റ് ആയിട്ട് അവിടെ മാറി. ഇനി എന്താ ചെയ്യുന്നത്, ഞാൻ ഇതിനെ പെയർ ചെയ്യാണ്. അവിടെ നോക്കിക്കേ, ആ 10 6 10 7 5 1 4 8 4 10 എന്നുള്ളത് നീളത്തിൽ എഴുതി. ഫസ്റ്റ് പെയർ ആദ്യത്തെ 2 നമ്പർ 10ഉം 6ഉം, രണ്ടാമത്തെ പെയർ 6ഉം 10ഉം, മൂന്നാമത്തെ 10 7, then 7 5 5 1 1 4 4 8 8 4 4 10. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ടോട്ടൽ അവിടെ എത്ര നമ്പറുകൾ ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 നമ്പറുകൾ അവിടെ ഉണ്ട്. പക്ഷെ പെയേഴ്സിന്റെ എണ്ണം എത്രയാണ്, 9 പെയറാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് n നമ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയായിരിക്കും, n-1 ആയിരിക്കും. ഇനി നമ്മളിത് എങ്ങനെ മാർക്ക് ചെയ്യാന്നറിയോ, അവിടെ നോക്കിക്കേ, ഫസ്റ്റത്തെ പെയർ ഞാൻ എടുക്കുക 10 6 10 6 എന്ന് പറയുന്നത്. സോ നമ്മുടെ 10x10 മെട്രിക്സ് നമ്മൾ വരച്ച നമ്പേഴ്സ് എഴുതി. 10 6 എന്ന് പറയുന്നതില് ഫസ്റ്റത്തെ റോയും സെക്കൻഡ് കോളാണ് എന്നറിയാലോ. സോ 10th റോയില് 6th കോളം ഒരു വര വരച്ചു. എങ്ങനെയാണ്, 10 6 എന്ന് പറയുമ്പോൾ 10th റോയില് 6th കോളം. ഓക്കെ, ആ 10ാമത്തെ റോയില് 6th കോളം ഒരു വര വരച്ചു. ദെൻ നെക്സ്റ്റ് പെയർ എന്ന് പറഞ്ഞാൽ 6 10, അതായത് 6th റോ, ആറാമത്തെ ഹോറിസോണ്ടൽ റോയില് 10ാമത്തെ വെർട്ടിക്കൽ കോളം, 10ാമത്തെ കോളം നോക്കിക്കേ, വരല്ലേ അവിടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 10 7 ആണ്. 10th റോയില് 7th കോളത്തിൽ ഒരു വര വരച്ചു. 7 5 7th റോയില് 5th കോളത്തിൽ ഒരു വര വരച്ചു. ദെൻ 5 1 5th റോയില് ഫസ്റ്റ് കോളത്തിൽ ഒരു വര വരച്ചു. ദെൻ 1 4 ഫസ്റ്റ് റോയില് എന്താണ്, 4th കോളത്തിൽ ഒരു വര വരച്ചു. ദെൻ 4 8 4th റോയില് 8 കോളത്തിൽ ഒരു വര വരച്ചു. 8 4 8th റോയില് 4th കോളത്തിൽ ഒരു വരയുണ്ട്. 4 10 എന്ന് പറയുമ്പോൾ 4th റോയില് 10th കോളത്തിലും ഒരു വര അവിടെ ഉണ്ട്. നിങ്ങൾ ആ വരകൾ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാ വരച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് 2 സൈഡിലും എന്ത് ചെയ്യാണ്, ടോട്ടൽ നമ്പേഴ്സ് എത്രയാന്ന് എഴുതുകയാണ്. നോക്കിക്കേ, ആ റോയില് ടോട്ടൽ എത്രയാ വരുന്നത്, എത്ര വര ഉണ്ട് എന്നാട്ടോ എഴുതുന്നത്. ഫസ്റ്റ് റോയില് ഒരു വര, രണ്ടാമത്തേലും മൂന്നാമത്തേലും ഇല്ല, 0 0. സെക്കൻഡില് 2 വരയുണ്ട്. ദെൻ നമ്മുടെ 8ാമത്തെ റോ വരെ ഓരോരോ വര, 9ാമത്തേല് 0, 10ാമത്തേല് 2. അതേപോലെ തന്നെ കോളത്തിലും ടോട്ടൽ എത്ര വരകൾ ഉണ്ട് എന്നുള്ളത് താഴേക്ക് എണ്ണി എണ്ണി നമ്മൾ എഴുതി. അത് രണ്ടും കൂടി ടാലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും
ടോട്ടൽ റോയിലുള്ള നമ്പറും കോളത്തിലുള്ള നമ്പറും സെയിം ആണ്, 9 എന്നുള്ളതാണ് നമുക്ക് അവിടെ വരുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ റോയും കോളവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഈ ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് വൺ ടീച്ചർ ടോക്ക് റേഷ്യോ അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ടീച്ചർ ടോക്ക്. ഒരു ക്ലാസ്സിൽ എത്രത്തോളം ടീച്ചർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ടീച്ചർ ടോക്ക് എന്ന് പറയുമ്പോൾ 1 മുതൽ 7 വരെയുള്ള കാറ്റഗറീസ് അല്ലേ ടീച്ചർ ടോക്കിൽ വരുന്നത്. ഇൻഡയറക്ട് ടോക്കും ഡയറക്ട് ടോക്കും ചേർന്നിട്ട് 1st to 7th 1 to 7 ആണ് ടീച്ചർ ടോക്കിന്റെ കാറ്റഗറീസ് വരുന്നത്. സോ ആ 7 വരെയുള്ള കോളത്തിലുള്ള നമ്പേഴ്സ് അങ്ങോട്ട് ആഡ് ചെയ്യാം. C1, C2, C3, C4, C5, C6, C7. ദെൻ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 9 into 100. 7 വരെ നോക്കിക്കേ, C1 1 C2 C3 0 ആണ്, C4 2 ആണ്, C5 1 ആണ്, C6 1 ആണ്, C7 1 ആണ്. എല്ലാം കൂടി ആഡ് ചെയ്യുക, into 100 ഡിവൈഡഡ് ബൈ 9 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, അതായത് ആ കോളത്തിൽ വരുന്നതൊക്കെ ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഇൻഡയറക്ട് ടീച്ചർ ടോക്കോ, ഇൻഡയറക്ട് ടീച്ചർ ടോക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 എണ്ണാണ് ഇൻഡയറക്ട്. സോ C1, C2, C3, C4 വരുന്ന വാല്യൂസ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഇവിടെ C1 എത്രയാ 1, C2 C3 0 0, C4 2. സോ 1 + 2 3 ആയി, ഡിവൈഡഡ് ബൈ 9 into 100 ആണ് ഇവിടുത്തെ കേസിൽ വരിക. ദെൻ ഡയറക്ട് ടീച്ചർ ടോക്ക് റേഷ്യോ. ഡയറക്ട് ടീച്ചർ ടോക്കിന്റെ കോളംസ് ഏതാ, 3 എണ്ണം, 5 to 7, 5 6 7. ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 9 അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. 5 6 7 എന്ന് പറയുമ്പോൾ 5 1, 6 1, 7 1. സോ 1 + 1 + 1 ഡിവൈഡഡ് ബൈ 9 into 100. പിന്നെ പീപ്പിൾ ടോക്ക് റേഷ്യോ ഏതാ, 8 9. സെയിം, നമ്മൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. സൈലൻസ് ഓർ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 10ാമത്തെ കാറ്റഗറിയാണ്. സോ C10 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഇൻഡയറക്ട് ഓർ ഡയറക്ട് ടോക്ക് റേഷ്യോയോ, ഇൻഡയറക്ട് ടോക്കിന്റെ ആദ്യത്തെ 4 എണ്ണം, ഡയറക്ട് ടോക്കിന്റെ പിന്നത്തെ 3 എണ്ണം ഇൻറ്റു 100 ആയാൽ അതും ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേഷൻസ്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ മോണിറ്റർ ചെയ്യുക, ടീച്ചർ മാത്രം ടീച്ചർ ടോക്കിന്റെ റേഷ്യോ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ക്ലാസ് എഫക്റ്റീവ് അല്ല, സ്റ്റുഡന്റ് ടോക്കിന്റെ റേഷ്യോ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ക്ലാസ് എഫക്റ്റീവ് അല്ല. രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ക്ലാസ് എഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാൻ കേട്ടോ. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസും കൂടി പറയുന്നുണ്ട്. എന്താണ്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ്, അതായത് ക്ലിയർ ഫ്രെയിംവർക്ക് ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ. എന്താ, നമ്മൾ മാക്സിമം സ്പെസിഫിക് ആയിട്ട് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. സോ അത് അത്രയും സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ്. ദെൻ ഡീറ്റെയിൽഡ് ഇൻസൈറ്റ്, ഇന്ററാക്ഷൻ ടൈപ്പ്, ബിഹേവിയർ പാറ്റേൺസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇംപ്രൂവിങ് ടീച്ചിങ് പ്രാക്ടീസ്. ഇങ്ങനൊരു ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും, നല്ല രീതിയിൽ ക്ലാസ് എഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ പറ്റും. എൻഹാൻസ്ഡ് സ്റ്റുഡന്റ് എൻഗേജ്മെന്റ്. എന്താണ്, നമുക്ക് കുട്ടികളുടെ എൻഗേജ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഈ റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചറോട് പറയാ, ടീച്ചറെ നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾ സൈലന്റ് ആട്ടോ, ഇങ്ങനെ ഇരുന്നാൽ പോരാ, കുട്ടികളെ ആക്റ്റീവ് ആക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആസ് എ ടീച്ചർ നമുക്ക് തന്നെ നമ്മുടെ ക്ലാസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളെ നമുക്ക് എന്താണ് മോണിറ്റർ ചെയ്യാനും അവരെ വിലയിരുത്താനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ. എന്താണ്, ഇപ്പോഴത്തെ ടീച്ചിങ് മെത്തേഡ്സിൽ ഈ റിസർച്ചിന് വേണ്ടിയിട്ടും എത്രത്തോളം എഫക്റ്റീവ് ആണ് മെത്തേഡ്സ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ മെത്തേഡ്സ് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഇന്ററാക്ഷൻ മോഡൽ യൂസ് ചെയ്യാം. ദെൻ കസ്റ്റമൈസബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആണ്. ക്ലിയർ ഡോക്യുമെന്റേഷൻ, അതായത് ഒരു പെർഫെക്റ്റ് ഡോക്യുമെന്റ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ വെറുതെ ഒരാളുടെ ഒരു പേഴ്സണൽ ബയാസസിന്റെ പേരിലാണോ, അല്ല, ക്ലീൻ ആൻഡ് കട്ട് ആയിട്ടുള്ള ഡോക്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ദെൻ പ്രൊമോട്ട്
സപ്പോർട്ടിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഞാൻ പറഞ്ഞു ഓൾറെഡി, കുട്ടികളും ടീച്ചറും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ക്ലാസ് എഫക്റ്റീവ് ആവുള്ളൂ. സോ അത്തരത്തിലൊരു ഇവാലുവേഷനും എന്തൊക്കെ വേണം അതിൽ എന്നുള്ളതൊക്കെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഏകദേശം ഇത് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം. ഭയങ്കര കോംപ്ലെക്സ് പ്രോസസ് ആണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് 3 സെക്കൻഡിൽ നോട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കോംപ്ലെക്സ് പിടിച്ച് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ടൈം കൺസ്യൂമിംഗ് ആണ്. ക്ലാസ് കേൾക്കണം, നമ്പർ നോട്ട് ചെയ്യണം, ഇതിനെ മാറ്റണം. സോ ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ. ദെൻ ലിമിറ്റഡ് സ്കോപ്പ്, അതായത് വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഐ കോണ്ടാക്ട്സ് ഉണ്ടാവാം. ഓക്കെ. അതല്ലാതെ കൈനറ്റിക്സ് ആയിട്ട് നമുക്ക് വേറെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഒബ്സർവർ ബയസ്, അതായത് എന്താണ്, നമ്മൾ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒബ്സർവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം പോയി. അയാളുടെ ഒരു പേഴ്സണൽ ബയാസസ് അവിടെ കയറി വന്നാൽ എല്ലാം തകിടം മറഞ്ഞു. ദെൻ നോട്ട് ഫോക്കസ്ഡ് ഓൺ ലേണിംഗ് ഔട്ട്കം, അതായത് ഇത് ക്ലാസ് എഫക്റ്റീവ് ആണോ അല്ലേന്നേ ഉള്ളൂ, ലേണിംഗ് ഔട്ട്കമത്തിനെ ബേസ് ചെയ്തിട്ട് അല്ല. അതായത് കുട്ടികൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളത് ഒന്നും ഇവിടെ നോക്കുന്നില്ല. ആകെ എന്ത് മാത്രമാണ് നോക്കുന്നത്? കുട്ടികൾ ഇന്ററാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, ടീച്ചർ ഇന്ററാക്ഷൻ പ്രോപ്പർ ആയിട്ടുണ്ടോ, അത്രേ നോക്കുന്നുള്ളൂ. അല്ലാതെ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായോ എന്നുള്ളത് ആരും നോക്കുന്നില്ല. നമ്മുടെ ഈ ഫ്ലാൻഡർ ഇന്ററാക്ഷൻ മോഡലില് പറയുന്നില്ല. ഓക്കെ. ദെൻ കൾച്ചറൽ ഡിഫറൻസസ് എന്താണ്? may not fully account for cultural or contextual differences in communication styles and classroom interaction which can affect the interpretation of data. അതായത് ഇപ്പോൾ ഒരു ടീച്ചറുടെ പല ടീച്ചേഴ്സും പല ഭാഗത്തുനിന്നൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. സോ അവരുടെ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ ബേസിസിൽ ക്ലാസ്സും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതൊന്നും ഇവിടെ ഇവർ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ഫ്ലാൻഡർ ഇന്ററാക്ഷൻ മോഡൽ വന്നാൽ ഒരുപാട് 10 മാർക്കിന് പേജ് എഴുതി നമുക്ക് നിറയ്ക്കാം കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ. ബൈ ബൈ.